ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വെൽക്കം ബാക്ക് ഞാൻ പറയുന്നത് അത്ര ഹെൽത്തി ആയിട്ടല്ല, അത്ര ഓക്കെ ആയിട്ടല്ല. എൻ്റെ കണ്ണും മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്ര ഓക്കെ അല്ല. ഇന്നല്ല 2 ദിവസമായിട്ട്, അതാണ് ഇന്നലെയും വീഡിയോ ഞാൻ ഇടാഞ്ഞത്. എനിക്ക് ഭയങ്കര തലവേദനയാണ്. പ്രത്യേകിച്ച് സ്ക്രീൻ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഭയങ്കര തലവേദന. എൻ്റെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് കണ്ടോ, ഉറങ്ങാഞ്ഞിട്ടാണ്. ഇന്നലെ വിശാഖം ഉണ്ടായിരുന്നേ. അപ്പോൾ വിശാഖം രാത്രി ഇപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്ത് ഞാൻ പോന്നിട്ട് ഇപ്പോൾ 1 മാസത്തിൻ്റെ മേലെയായി, 1.5 മാസത്തോളം ആവാറായി. അപ്പോൾ ഈ 1.5 മാസത്തിൽ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് ട്രൈമസ്റ്ററാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന ബോഡിയിലെ ആ ഒരു ചേഞ്ച് വിശാഖ വിറ്റ്നസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങാത്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഓക്കെ ആവില്ല, പെയിൻ വരുന്നത് അവിടെ ഇവിടെയൊക്കെ പെയിന്. തിരിഞ്ഞ് ഞാൻ സൈഡിലേക്ക് കുറച്ച് നേരം മലന്ന് നടക്കാൻ പാടില്ല, പക്ഷെ എന്നാലും എനിക്ക് ബ്രീത്ത് കിട്ടാതെ മലന്ന് കിടക്കുന്നതാണ്. അങ്ങനെ ഞാൻ രാവിലെ വിശാനോട് ചോദിച്ചു, നീ ഉറക്കം കൂടിയും പോയില്ലേന്ന്. അതായത് എൻ്റെ കൂടെ ഇങ്ങനെ നിന്നുള്ള ഉറക്കം പോക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ ഉറക്കം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം എന്നായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉറക്കക്കുറവും ഈ ക്ഷീണത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ട് തലവേദന, ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ, ഇരുന്നിടത്ത് നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഈ ഇരിക്കുന്നതൊക്കെ ഒരു ഹാലിലിരിക്കുന്നതാണ് അങ്ങനെ പറയാം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കണ്ടേ കുറേ തവണ ആലോചിച്ചിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണേ. ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. എനിക്ക് ഒരു മെസ്സേജ് വന്നിരുന്നേ. ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, അപ്പോഴത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട ആരോ മെസ്സേജ് അയച്ചതാട്ടോ. അതിലവർ പറയുന്നത് ഞാൻ വേണോ വേണ്ടേന്നൊന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞത് ഭയങ്കര സങ്കടപ്പെടുത്തുന്നൊരു കാര്യമാണ്. കുട്ടികളില്ലാത്ത ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ പറയാൻ തോന്നില്ല. പ്രായത്തിൻ്റെ പക്വത കുറവാണെന്നൊക്കെ, പക്ഷെ അവരവരുടെ ഒരു വേദന കേട്ടപ്പോൾ വേദന പറഞ്ഞതാണ്. ഇതായിരുന്നു മെസ്സേജ്. അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ടൊന്നും മെസ്സേജ് അയക്കാൻ പോയില്ല, കാരണം ഞാൻ അവരെ തിരുത്തിയിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നിയിട്ടാട്ടോ ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാൻ പോവാഞ്ഞേ. കണ്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയിലിട്ടൊരു വീഡിയോ കേട്ടോ. നമ്മുടെ പ്രഗ്നൻസി ജേണി, ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ജേണി. എനിക്കങ്ങനെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ വീഡിയോസ് ഇടുന്നതാണ്. പക്ഷേ എനിക്ക് ആരാന്ന് ഞാൻ നമ്പർ കാണിക്കുന്നത് ശരിയല്ല, ആരാന്ന് ഞാൻ പറയുന്നില്ല. അവരെന്നെ ബ്ലോക്കാക്കി പോവുകയും ചെയ്തു. ഞാൻ ആ നമ്പർ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. കാരണം ആ വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ആ സോറി എൻ്റെ ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ടാണ്. കാരണം ഞാൻ അങ്ങനെ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ പറയുമ്പോൾ, അതായത് കൺസീവ് ആയി എന്നറിഞ്ഞ സമയത്ത് വേണോ വേണ്ടേന്ന് ഞങ്ങൾ 2 പേരും ചിന്തിച്ചു എന്ന് പറയാൻ കാരണം അത് സത്യമാണ്. അത് വളരെ ജെനുവിനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഞങ്ങളങ്ങനെ ചിന്തിച്ചു. കാരണം അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അന്നും ഇന്നും എന്നും. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഇപ്പോൾ വിശാഖം ചില സമയത്തിനോട് ചോദിക്കാറുണ്ട്, ആലോചിച്ചിട്ട് മതിയായിരുന്നെന്ന് തോന്നുന്നുണ്ടോ. കാരണം എൻ്റെ ഒരു അവസ്ഥ ഇപ്പം എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഒരു ആരോഗ്യ ബുദ്ധിമുട്ടിനെ കുറിച്ച്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടത് എന്താ പറയുക, 5-8 മാസം എൻ്റെ കൂടെ നിന്നിട്ട് അത് മനസ്സിലാക്കുന്നത് നേരിട്ട് കൂടുതൽ കണ്ടിട്ടുള്ള ആളും ഇപ്പോൾ വിശാഖാണ്. എൻ്റെ വേഴ്സായിട്ടുള്ള ചില സിറ്റുവേഷനിലൊക്കെ എന്താ പറയുക, എന്നോട് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്ലാൻഡ് ആണോ എന്ന് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നെ അറിയുന്ന മിക്ക ആളുകളും അങ്ങനെ ചോദിക്കാനുള്ള കാരണം എൻ്റെ ഈ ഹെൽത്ത് കണ്ടീഷനാണ്. ഞാനൊരു സിവിയറായിട്ടുള്ള എന്താ പറയുക, ഭയങ്കര ഫ്രജൈലായിട്ടുള്ളൊരു ലങ്സ് പേഷ്യൻ്റാണ്. എനിക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ച നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് തന്നെ ഇങ്ങനെ വിയകളൊക്കെ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, അതിൻ്റെ ഒരു പൊടി കുറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു പനി വന്നു കഴിഞ്ഞാൽ എൻ്റെ ലങ്സിലേക്ക് ഇൻഫെക്ഷൻ ആവും.
ഒരു 3-4 തവണ ഓൾറെഡി ലങ്സിലേക്ക് ഇൻഫെക്ഷൻ ആയി, ന്യൂമോണിക്കൊക്കെ ആയിട്ട്. ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 3-4 തവണയൊക്കെ ന്യൂമോണിയ വരിക എന്ന് പറയുന്ന അവസ്ഥ. ഇറ്റ്സ് നോട്ട് അത്ര സിമ്പിളല്ല, അത്ര ഒരു എളുപ്പമുള്ള കാര്യമേ അല്ല. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മേ ബി ഇത് കാണാനേ പറ്റുന്നുള്ളൂ. എനിക്കങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഓരോ ബ്രീത്ത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് ഭയങ്കര പെയിനാണ്. ലങ്സിന് ഫിസിയോതെറാപ്പി നമ്മളിങ്ങനെ കമത്തിക്കിടത്തിയിട്ടും ചിരിച്ചിരുത്തിയിട്ടും എപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ഹോസ്പിറ്റലൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്ന് നമുക്ക് സുഖവാസം ചെയ്യുന്ന സ്ഥലം, അല്ലാതെ അസുഖമൊക്കെ മാറി വീട്ടിൽ വന്നതിന് ശേഷമുള്ള കണ്ടീഷനല്ല ഞാൻ പറയുന്നത്. എനിക്ക് വയ്യാതെ ആയിരിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന സമയത്ത്, സ്റ്റിറോയിഡ്സ് എടുക്കുന്ന സമയത്ത്, എനിക്ക് തീരെ ആരോഗ്യമില്ലാത്ത സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി വരെ ചെയ്ത്. ഫിസിയോതെറാപ്പി, ലങ്സിന് ഫിസിയോതെറാപ്പി നിങ്ങൾ ആരെങ്കിലും കാണുന്നവരാരെങ്കിലും എപ്പോഴെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമെന്ന് പോലും എനിക്കറിയില്ല. നമ്മുടെ ഈ 2 സൈഡിലേക്കും ഗണ്ണ് വെച്ചിട്ട് അടിക്കുന്ന പോലെയാണ് ഒരു സാധനം വെച്ചിട്ട് അടിക്കുക. എനിക്കത് ഭയങ്കര പെയിൻ, എല്ലാവർക്കും പെയിൻഫുൾ ആണോന്നൊന്നും എനിക്കറിയില്ല, എനിക്കത് ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ റൂട്ടീൻസ്, എൻ്റെ ലൈഫ് തന്നെ മാറി. ഞാൻ വണ്ടി ഓടിച്ചിരുന്ന ഒരാളെ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇപ്പോൾ, 2 വീലർ എടുക്കാൻ പറ്റില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തീരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്ലാത്ത സമയത്ത് 2 വീലർ എടുത്തിരുന്ന ആളെ എനിക്ക് 2 വീലർ എടുക്കാനേ പറ്റില്ല. ഞാൻ എപ്പോഴെങ്കിലും എടുത്താൽ അതിന് വിശാഖിച്ച് പറയും. അങ്ങനെ ലൈഫിൽ ഒട്ടുമിക്ക ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വേണ്ട 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 എന്ന് വെച്ച് എൻ്റെ ലൈഫ്, അതായത് കഴിഞ്ഞ മെയ് 2024 മെയ് 28 മുതൽ ഇപ്പോൾ മെയ് 28 കഴിഞ്ഞല്ലോ, ഒരു വർഷത്തിനകത്ത് എൻ്റെ ഒരു 25-ലൊരു 5 വർഷം കൂടി, അല്ലെങ്കിൽ മാക്സിമം ഒരു 10 വർഷം, അത്രയും നമ്മൾ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വർഷമാണ്. കാരണം ഇനി എൻ്റെ ലൈഫ് അങ്ങനെയാണ്. ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു മാറ്റവും ഞങ്ങളൊന്ന് ആലോചിച്ച് പോകും. ലങ്സ് ചുരുങ്ങി, അതിനിങ്ങനൊരു മാറ്റം ഉണ്ടാവും. ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കറിയില്ല അങ്ങനെ സംഭവിക്കും. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടില്ല കേട്ടോ, ചുരുങ്ങിയത് നേരെയാക്കാം, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഏതെങ്കിലും ബോഡി പടുപ്പ് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും മുറിഞ്ഞു പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റുപോവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തുന്നിച്ചേർക്കാൻ പറ്റുന്നതല്ലേ ഹ്യൂമൻ ബോഡി. തനിയെ വളർന്നു വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നഖവും പല്ലും മുടിയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അത് നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ഒരു 3ാമതൊരാളെയും കൂടി ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് വലിച്ചിഴക്കണോ, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചേ പറ്റും. അതിന് വേറെ എത്ര ആൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ. അതിന് എന്താ പറയുക, അല്ലാതെ എന്താ പറയുക, അവർ എന്താ പറയുക, ഇല്ലാത്ത ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, കുഞ്ഞിനും ആരും ഉണ്ടാവില്ല, എൻ്റെ മൂപ്പർക്കും ആരും ഉണ്ടാവില്ല. ഞാൻ സത്യം ഇത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാട്ടോ ഞാൻ ഇങ്ങനെ പോലും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയണത്. കാരണം കോംപ്ലിക്കേറ്റഡ് ആവും, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉണ്ടാവും. പ്രഗ്നൻ്റ് ആയ സമയത്ത് വെന്റിലേറ്ററുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് പോകുമ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്. അല്ലാതെ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെ മറന്ന് എന്തോ വലിയ സാധനം കിട്ടിയ അഹങ്കാരത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചതുമല്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു. 2 ഡോക്ടേഴ്സും ആദ്യം കാണിച്ച് 2 പേരും നമ്മുടെ തിരൂർ മാലതി ഹോസ്പിറ്റലിൽ എന്താ മാഡത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വന്ദന മേനോൻ, ഓക്കെ, വന്ദന ഡോക്ടറും അതുപോലെ തന്നെ ഹേമന്ത് സാറും 2 പേരോടും പറഞ്ഞപ്പോൾ 2 പേരും പറഞ്ഞ ഒരേ മറുപടി. ഈ അവസ്ഥകളും ഈ സിറ്റുവേഷൻസും ഈ എൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റോടും ഇങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ബിക്കോസ് അവർക്കറിയുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഒരു. പിന്നെ ഇപ്പോൾ കാണുന്ന ഡോക്ടർ സന്തോഷ് കുമാരി വേണം,
അത്രയും സീനിയറായിട്ടുള്ളൊരു ഡോക്ടർ, അപ്പോൾ ഇടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാതെ കയറി ചെല്ലുന്ന എന്നോട് കുഴപ്പമുണ്ടാവും മനീഷ, ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞു. മറ്റു 2 ഡോക്ടേഴ്സിനോട് നമ്മൾ ആദ്യം കാണുന്നത് പ്രഗ്നൻ്റ് ആയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഒരു മുൻധാരണ അല്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നല്ലതാവും എന്നുള്ള രീതിയിൽ അവരുടെ കാര്യം വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, നോ ഇപ്പോൾ വേണ്ട, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത് വേണ്ട, വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ഞാൻ ഡോക്ടറെ കാണുന്ന പ്രഗ്നൻ്റ് ആയതിനു ശേഷം മാഡത്തിനെയാണ്. അപ്പോൾ പിന്നെ മാഡത്തിന് നോ എന്ന് പറയാൻ പറ്റില്ല, ക്യാരി ചെയ്യാം. മാഡം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു, നമ്മൾ അതുപോലെ ചെയ്യുന്നു. കൂടെ നമ്മുടെ പൾമനോളജിസ്റ്റിനെ കാണുന്നു, സാറിനെയും സാർ എഴുതുന്ന മരുന്നും വളരെ കൃത്യം നോക്കി കണ്ടൊക്കെ സാറും എഴുതുന്നുള്ളൂ. ഏത് സമയത്ത് സാറ് ചെല്ലുമ്പോഴും സാർ ഓക്കെ അല്ല മനീഷ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയുക ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് മുന്നിലേക്ക് പോണേ. ഡോക്ടർ പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ എനിക്ക് ഈ 4th മന്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ടായി. എനിക്ക് ശ്വാസം മുട്ട് തുടങ്ങി, എനിക്ക് ചെരിഞ്ഞെടുക്കുമ്പോൾ ബ്രീത്ത് കിട്ടുന്നില്ല, അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ തീരെ ബ്രീത്ത് കിട്ടുന്നില്ല. വലത്തേ ഭാഗത്തേക്ക് കിടക്കുമ്പോൾ എനിക്ക് ബ്രീത്ത് കിട്ടുന്നുള്ളൂ. നമുക്ക് വലത്തേ ഭാഗത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഓക്സിജൻ സപ്ലൈ കുറയും. അങ്ങനെ ഞാൻ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി അങ്ങോട്ടുള്ള 6 മാസം. 10 മാസം നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും 5.5 മാസത്തോളം. ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് എന്താ ഞാൻ അതിന് മറുപടി പറയണത്, അല്ലെങ്കിൽ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം എല്ലാവർക്കും ഒരുപോലത്തെ സാഹചര്യം ആവില്ല. ഞാൻ പറഞ്ഞു നമുക്കങ്ങനെ ചിന്തിച്ചു എന്ന് ഞാൻ പറഞ്ഞു, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ആ വീഡിയോ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്, അങ്ങനെ ഒരു മോശം ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ പറയാമായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കമൻ്റ് അല്ല, മെസ്സേജ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേട്ടോ. ഞാൻ ബിസിനസ്സിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാറുണ്ട്, അതിലാണ് മെസ്സേജ് കാണുന്നത്. ഞാൻ എന്തായാലും അങ്ങനെ വിചാരിച്ചിട്ട് സംസാരിച്ചതല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഐ എം റിയലി സോറി. ഞാനങ്ങനെ കുട്ടികളില്ലാത്തവരാരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്ത അവരും അങ്ങനെ മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. അവരും വളരെ കൺസേണോടും വളരെ സങ്കടത്തോടും കൂടി പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനത്തെ സാഹചര്യം ഇപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ അറിയാതെ ഞങ്ങൾ ചിന്തിച്ചു പോയതാണ്. നമ്മൾ റിയാലിറ്റിയിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ടാസ്ക് എടുക്കണോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് വരുന്നതല്ലേ, അത്ര മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ കുട്ടികളെയായിട്ട് കണ്ടിട്ട് നമ്മളങ്ങനെ പറഞ്ഞതൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചതല്ല. എനിക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു വേദന നമ്മളങ്ങനെ പറയുമ്പോൾ അവരെ അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും, എനിക്കത് മനസ്സിലാവും. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചിന്തിച്ചത്. പക്ഷേ ആ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചില സമയത്ത് ബ്രീത്ത് എടുത്ത് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് കിതച്ച് എടുത്ത് സംസാരിക്കുന്ന പോലെ അത് ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, ആ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറായിട്ടാണല്ലോ നമ്മളിത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ടോപ്പിക്ക് വിടാം, ഞാനത് എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം, ആരെങ്കിലും ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടൊന്നും ഞാൻ മുഷിപ്പിക്കുന്നില്ല. എന്തായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്കിന്ന് വീഡിയോ ഇടാനുള്ളൊരു ആരോഗ്യമില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ ചെയ്തതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. എനിവേ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഈ വീഡിയോ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് അങ്ങനെയൊന്നും എനിക്കതൊന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഞാൻ ആരെയോ ഭയങ്കരമായിട്ട് എന്തോ ഉപദ്രവിച്ചൊരു ഫീലിംഗാണ് എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോൾ വന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നത്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.